എല്ലാ പ്രിയപ്പെട്ടവർക്കും പൗൾസ് മെസ്സേജസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി വരുവാൻ തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിന് മഹത്വം, യേശു ക്രിസ്തുവിന് മഹത്വം. എനിക്കൊരാളെ അറിയാം. തൻ്റേതായ രീതിയിൽ ഒരു വ്യക്തിമുദ്രയും പതിപ്പിച്ചില്ല. തൻ്റേതായ ഒരു പ്രവൃത്തിയെയും നമ്മുടെ മുമ്പിൽ പറഞ്ഞില്ല. തൻ്റേതായ ഒരു വാക്കും താൻ നമ്മുടെ മുമ്പിൽ ഉരിയാടിയില്ല. ഈ ലോകത്ത് ഒന്നും സമ്പാദിച്ചില്ല. ഈ ലോകപ്രകാരം ഒരു രീതിയിലും ആർക്കും ഒരു ഭാരമാവുന്ന ഒരു ജീവിതവും അല്ലായിരുന്നു. ഒരു രീതിയിലും പാപം ചെയ്തതായിട്ട് കാണപ്പെടുന്നില്ല. ഒരു രീതിയിലും ശാപത്തിന് കാരണമായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി കാണുന്നില്ല. എല്ലാ അർത്ഥത്തിലും തീർത്തും വ്യത്യസ്തനായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ഈ വാക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം അതാരെക്കുറിച്ചാണ് എന്ന്. എങ്കിലും ഞാനൊരല്പം കൂടി മുമ്പോട്ട് പോകുവാൻ കർത്തൃനാമത്തിൽ ഞാനും ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന് മഹത്വം, യേശു ക്രിസ്തുവിന് മഹത്വം. ഒരു രീതിയിലും മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ജനിക്കാത്തവൻ, ഒരു രീതിയിലും മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാത്തവൻ, ഒരു രീതിയിലും മനുഷ്യൻ്റെ ചിന്താഗതിക്ക് ഒതുങ്ങാത്തവൻ, യേശു ക്രിസ്തു. എല്ലാ അർത്ഥത്തിലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്. എല്ലാ രീതിയിലും ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന വചനം പറയുമ്പോൾ, ക്രിസ്തു എന്ന ആ ആത്മാവിൽ ജനിച്ച ആ ആദ്യജാതൻ, പുതിയ സൃഷ്ടികളുടെ ആദ്യജാതനാകുന്ന ആ ക്രിസ്തു എപ്രകാരം ആയിരുന്നു നമ്മയും ക്രിസ്തുവിലൂടെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ വേണ്ടി ക്രിസ്തു ഈ ഭൂമിയിൽ ആത്മാവിനാൽ ജനിച്ച് ആത്മാവിൻ്റെ ശക്തിയാൽ ജീവിച്ച ആ ക്രിസ്തുവിൻ്റെ ജീവിതം എങ്ങനെയുള്ളത് എന്ന് ദൈവകൃപയാൽ നാം ഏവരും മനസ്സിലാക്കേണ്ട ആവശ്യം വളരെ അധികമാണ് എന്ന കാര്യം യാതൊരു തർക്കവും നമുക്ക് വേണ്ട. യേശു ക്രിസ്തുവിന് മഹത്വം. എൻ്റെ യേശുപ്പച്ചനെ കുറിച്ച് പറഞ്ഞാൽ, യേശുപ്പച്ചനാണ് ഈ ഭൂമിയിലെ ഒരുവൻ പുതിയ സൃഷ്ടിയായാൽ എങ്ങനെ ഇരിക്കണം, ഒരുവൻ പുതിയ സൃഷ്ടിയെങ്കിൽ എപ്രകാരം എന്നതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ യേശു ക്രിസ്തു തന്നെ ആണ്, അല്ലാതെ വേറെ ആരും അല്ല. കർത്താവ് നമ്മോട് ജീവിക്കാൻ ആവശ്യപ്പെടുന്നത് താൻ ജീവിച്ച പാത പിന്തുടർന്നുകൊണ്ടായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശുപ്പച്ചനെ കുറിച്ച് ഞാൻ ഒരല്പം കൂടെ മുമ്പോട്ടൊന്ന് പോട്ടെ. മനുഷ്യൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുക, മനുഷ്യൻ്റെ ആഗ്രഹപ്രകാരം ജനിച്ചില്ല. ഒരുവൻ ക്രിസ്തുവിലാകുന്നതും മനുഷ്യൻ്റെ ആഗ്രഹപ്രകാരം അല്ല, ആത്മാവിൻ്റെ ആഗ്രഹപ്രകാരമാണ്. ആത്മാവിനാൽ ഉള്ള ജനനം, അതത്രേ ക്രിസ്തുവിൽ ആകുക. മനസ്സിലാക്കണം. കർത്താവിന് മഹത്വം, യേശു ക്രിസ്തുവിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ, ഈ ഭൂമിയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ ചരിത്രത്തിലും അല്ലെങ്കിൽ മറ്റു പല രേഖകളിലും തൻ്റെ പേര് വേണമെന്നോ ഒന്നും
യേശുപ്പച്ചൻ ആഗ്രഹിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ യേശുപ്പച്ചൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മാവിനാൽ ജനിച്ചവനും അപ്രകാരം ആണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ മഹത്വം. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും നാം അറിയുന്നില്ല. അപ്രകാരമാണ് ആത്മാവിനാൽ ജനിച്ചവനും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടും ചോദിക്കുകയാണ്, വാസ്തവമായി നിങ്ങൾ പിതാവിൻ്റെ ആത്മാവിനാൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ജനിച്ചവർ ആണോ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന വചനത്തെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് ഞാൻ കർത്തൃനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആത്മാവിലെ ജീവിതം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദൈവദാസനെയോ ഈ സംസാരിക്കുന്ന എന്നെയോ അനുകരിച്ചാലോ എൻ്റെ വാക്കുകളോ കേട്ടാലോ നിങ്ങൾക്കൊരിക്കലും ആത്മീകമാവുന്ന ഒരു ജീവിതത്തിലേക്ക് വരാൻ കഴിയത്തില്ല. സ്തോത്രം. ആത്മാവിനാൽ ജനിച്ച് ആത്മാവിനാലുള്ളൊരു ജീവിതം ആർക്കെങ്കിലും നയിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, അപ്രകാരം ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ, നിങ്ങൾക്ക് അത് പൂർത്തിയാക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാവുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ വ്യക്തമായ രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്ന, പിതാവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മനസ്സിലാക്കി ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നേ പറ്റൂ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഭൂമിയിൽ ദരിദ്രനായി ജീവിക്കാൻ കഴിയും. ഈ ഭൂമിയിൽ ഒന്നും ഇല്ലാത്തവനായി ജീവിക്കാൻ കഴിയും. ഈ ഭൂമിയിൽ എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് ജീവിക്കാൻ കഴിയും. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ജനിച്ചവർക്ക് മാത്രമേ കഴിയൂ. അവിടെയാണ് വ്യത്യാസം. എനിക്കുള്ളതെല്ലാം വിറ്റ് അന്നദാനം ചെയ്താലും, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, ആത്മാവിൽ ജനിച്ചിട്ടില്ലെങ്കിൽ ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. ആ സ്നേഹത്തിൽ നിലനിന്നില്ലെങ്കിൽ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ ലോകത്തിന് അനുകരിക്കാൻ കഴിയാത്ത, ലോകത്തിന് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത, ലോകത്തിന് ഒരു മറ്റൊരു മാതൃക നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയത്രേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു താൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും. ആത്മാവിനാൽ നിങ്ങൾ ജനിച്ചവരെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നവരെങ്കിൽ, നിങ്ങൾ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, അപ്രകാരമുള്ള ഒരു പുതിയ സൃഷ്ടിയാണ് നിങ്ങളെങ്കിൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം വ്യക്തമായി പറയാം. നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നും നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നും. യേശു ക്രിസ്തുവിന് മഹത്വം. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംസാരിക്കുന്നതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ മറ്റൊരു രീതിയിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതും നിങ്ങൾക്കറിയുന്നതുമാവുന്നൊരു കാര്യമാണ്. നിങ്ങളെ ഒന്ന് ഉണർത്തുവാൻ വേണ്ടി മാത്രം കർത്തൃനാമത്തിൽ ഞാൻ സംസാരിക്കുന്നു. അതിലപ്പുറത്തേക്ക് യാതൊന്നും ഇല്ല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു താൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക്
പോകുന്നു എന്നും തനിക്കറിയാമായിരുന്നു. സ്തോത്രം. ആത്മാവിൽ ജനിച്ചവൻ്റെ ലക്ഷണമാണത്. എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയാം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു ഇവിടെ നിലനിൽക്കുന്നതായിട്ട് ഒന്നും ഇല്ല എന്ന്. യേശു ക്രിസ്തുവിന് നന്നായി അറിയാം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ആത്മാവിനാൽ ജനിച്ചവനും അറിയാം ഇവിടെ നിലനിൽക്കുന്നതായിട്ടൊന്നുമില്ല. ഇതെല്ലാം മായ, മായ, മായ. യേശു ക്രിസ്തുവിന് മഹത്വം. ആത്മാവിനാൽ ജനിച്ചവനെ ജഡത്തോട് മാത്രം താല്പര്യമുള്ള ഒരുവൻ വന്നിട്ട് പരീക്ഷിച്ചു. ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ ഇപ്രകാരം പറഞ്ഞു, ലോകത്തിൻ്റെ സകല മഹത്വത്തെയും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിന്റേതാകും. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിന്റേത് ആകും എന്ന് പറഞ്ഞു. പിശാചിനെ നമസ്കരിച്ചാൽ ഈ ലോകത്തിൻ്റെ സകല മോഹങ്ങളും സകല നന്മകളും നിനക്ക് കിട്ടും എന്ന് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, ആത്മാവിനാൽ ജനിച്ച പുതിയ സൃഷ്ടി ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ കണ്ട് മഞ്ഞളിച്ചു പോകത്തില്ല. കാരണം ആത്മാവിനാൽ ജനിച്ചവൻ അറിയാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. ആത്മാവിനാൽ ജനിച്ചവൻ്റെ ലക്ഷണമാണത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സൈറ്റൻ ഗെറ്റ് ബിഹൈൻഡ് മീ. യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ എന്നെ വിട്ടുപോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം കർത്താവിൻ്റെ കൃപയാൽ പറയട്ടെ. ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായി മാറപ്പെട്ടിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗീയ പിതാവ് പിശാചിൻ്റെ പദ്ധതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പിശാചിൻ്റെ പദ്ധതി വിജയിക്കുന്നുണ്ട്, പോരാട്ടമാണ് ബ്രദർ. മന്ത്രവാദമാ, തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇമാതിരി ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തുകൊണ്ട് ഇപ്രകാരം പറയുന്നു എന്ന് ചോദിച്ചാൽ, ദയവായി ആരും വിഷമിക്കാനല്ല. നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. കൈപ്പണിയല്ലാതെ പണിയപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടി. ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പുതിയ സൃഷ്ടി ആയിട്ടില്ല, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നില്ല. ഒരു കാര്യം കർത്താവിൻ്റെ കൃപയാൽ പറയട്ടെ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. വീണ്ടും അടിമ നുകത്തിൽ കുടുങ്ങി പോകരുത്. ഇത് സംസാരിക്കുന്നത് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരോടാ. ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടവരോടാണ് ഈ സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എന്തിനും ഏതിനും കുറ്റബോധമുണ്ടോ? അത് ക്രിസ്തുവിൽ വസിക്കുന്ന ലക്ഷണമല്ല കാണിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞു വരാൻ കഴിയാതെ ഈ ലോകപ്രകാരമുള്ള ഓരോരോ വിഷയങ്ങളും നിങ്ങളെ ഞെരുക്കുന്നുണ്ടോ? അതൊരു പുതിയ സൃഷ്ടിയുടെ ലക്ഷണമല്ല കാണിക്കുന്നത്. വിഷമം തോന്നല് ദയവായി. ഞാൻ സത്യമാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഈ ലോകത്തിൻ്റെ ഏതെല്ലാം വിഷയങ്ങൾ ഞെരുക്കുന്നുണ്ടോ ഓർത്തുകൊള്ളണം, നാം ഏതൊക്കെയോ മേഖലയിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പരാജയത്തിലാണ്. എൻ്റെ ഈ പ്രതികൂലമൊന്ന് മാറണം, എനിക്ക് ഇത് മാറിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ആ ഒരു തടസ്സം
ആ ഒരു വിള്ളൽ എനിക്ക് മാറണം എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ഏറ്റവും സൗകര്യം എന്ന് ഞാൻ പറയട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്തൃനാമത്തിൽ വീണ്ടും നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും കൂടെ ഒന്ന് മടങ്ങിപ്പോകാം. കർത്താവിനറിയാം താൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്ന്. കർത്താവിനറിയാം തൻ്റെ ജീവിതം എങ്ങനെയാണ് അവസാനിക്കേണ്ടതെന്ന്. കർത്താവിനറിയാമായിരുന്നു തൻ്റെ പദ്ധതി എന്ത്, തൻ്റെ മേലുള്ള പിതാവിൻ്റെ പദ്ധതി എന്ത് എന്ന്. കർത്താവ് തൻ്റെ പിതാവിൻ്റെ പദ്ധതികൾ മാത്രം നിറവേറ്റി തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയി. പുതിയ സൃഷ്ടിയാകുന്നവനെ, ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് നിങ്ങളും ഞാനും പറയുന്നുണ്ടല്ലോ. ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയുമായി. അങ്ങനെയെങ്കിൽ എത്ര പിതാവിൻ്റെ പ്രവൃത്തി ക്രിസ്തുവിൽ വെളിപ്പെട്ടതുപോലെ നിങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ പിതാവിൻ്റെ വാക്കുകൾ, പിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെ പുറപ്പെട്ടു വരുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്താനോ നിങ്ങളിൽ കുറ്റബോധം കൊണ്ടുവരുവാനോ ഒന്നുമല്ല ഈ കാര്യം ചോദിക്കുന്നത്. നിങ്ങളെ ശോധന ചെയ്യുവാനും നിങ്ങൾ കർത്താവിൽ തികഞ്ഞു വരുവാനുമാണ് കർത്താവ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ വേറെ യാതൊരു കാര്യവും ഈ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് കർത്തൃനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തെന്നാൽ ഈ വിഷയങ്ങളിൽ നിങ്ങളെ വിടുവിക്കുവാൻ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് തീയും പുകയും ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിലും നീതിയിലും വഴി നടത്തുന്നവനാണ്. പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് പിതാവിൽ നിന്ന് പുത്രൻ അയച്ചിരിക്കുന്നത് നമ്മെ പിതാവിലും പുത്രനിലും വസിക്കുമാറാക്കുവാനും നാം എന്ന പുതിയ സൃഷ്ടി പട്ടുപോകാതെ 100% ഫലം കായ്ക്കുന്നവർ ആയി മാറുവാനുമാണ് എന്ന സത്യത്തെ കർത്തൃനാമത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുതിയ സൃഷ്ടിയെങ്കിൽ പുതിയ സൃഷ്ടിയുടെ ഫലം കായ്ക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പുതിയ സൃഷ്ടിയെങ്കിൽ പുതിയ സൃഷ്ടിയുടെ ഫലം നിങ്ങൾ കായ്ച്ചേ പറ്റൂ. ഇന്ന് ഞാൻ ഈ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് വളരെ കുറച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്കിലും ഈ ചെറിയ കാര്യങ്ങളെ ഒന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങളെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കുവാനാണ് ഞാനിതെല്ലാം സംസാരിക്കുന്നത്. അല്ലാതെ എനിക്കറിയാം വേറെ ഒന്നും ഇതിലില്ല. എങ്കിലും പ്രിയ ദൈവജനമേ, നിങ്ങൾ വാസ്തവമായും ഒരു പുതിയ സൃഷ്ടിയാണോ? എത്രത്തോളം ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്? എത്രത്തോളം ക്രിസ്തുവിൻ്റെ ജീവിത ശൈലി നിങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്? എത്രത്തോളം നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് വളരുന്നുണ്ട്? എത്രത്തോളം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, അതെ, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നുണ്ട് ഇന്ന്? പുതിയ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം എന്താണെന്നറിയാമോ? പുതിയ സൃഷ്ടിക്ക് പിതാവുണ്ട്. പുതിയ സൃഷ്ടി ഒരു പുത്രനാണ് ആ പിതാവിന്. പുതിയ സൃഷ്ടിക്ക് ഒരു ആത്മാവുണ്ട്. വെറും ആത്മാവല്ല, പിതാവിൻ്റെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മാത്രവുമല്ല, ആ പിതാവിനുള്ളതെല്ലാം ഈ പുതിയ സൃഷ്ടിക്ക്, ഈ പുത്രനും ഉള്ളതാ. പിതാവിനോടൊപ്പം ഇരിക്കുവാൻ അത്രേ
നമ്മയും ഈ പുതിയ സൃഷ്ടിയെയും വിളിച്ചിരിക്കുന്നത്. ഈ പിതാവ് ഈ പുതിയ സൃഷ്ടിയെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. ഈ പിതാവ് ഈ വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് യേശുപ്പച്ചന് മാത്രമേ അറിയാവൂ. ആ സത്യം ഇന്ന് നമുക്ക് യേശുപ്പച്ചൻ്റെയും പിതാവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നമുക്കിന്ന് വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇന്ന് ഒത്തിരി വിഷയങ്ങളാണ് നമ്മുടെ ഇടയിൽ. കോവിഡിൻ്റെ ബുദ്ധിമുട്ട് പലയിടത്തും പല പല വേദനകൾ പലർക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആ വേദനയിലിരിക്കുകയാണ്. പലരുടെയും പരിചയക്കാർ നഷ്ടപ്പെട്ട വേദനയിലിരിക്കുകയാണ്. പലരും സാമ്പത്തികമായി ഒന്ന് രക്ഷപ്പെട്ടു വരാമെന്ന് വിചാരിച്ചതാ, വീണ്ടും ലോക്ക്ഡൗൺ വന്നു, വീണ്ടും തകർച്ചയിലേക്ക് പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിഞ്ഞൂടാ. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ. പുറമേ കണ്ടാൽ വളരെ നല്ല നിലവാരമാണ്, അത് കാരണം ആരോടൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ കാണാം. ഇതെല്ലാം ആയിരിക്കുമ്പോഴും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം അതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടതും നിങ്ങൾ ആത്യന്തികമായിട്ടും അറിയേണ്ടതും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു അനുഭവം, ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു അനുഭവം, പിതാവിനെ അധികമായി സ്നേഹിക്കുന്ന അനുഭവം, ആ കർത്താവിൽ വസിക്കുന്ന ഒരു അനുഭവം, അതത്രേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന അനുഭവം, അതത്രേ പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അനുഭവം. അപ്രകാരം ഒരു നിലവാരത്തിലേക്ക് നിങ്ങളും ഞാനും കയറി വരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊന്ന് സംസാരിക്കുകയാണ്. യേശു ക്രിസ്തുവിന് മഹത്വം, യേശു ക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നശിച്ചു പോകണം എന്നതല്ല കർത്താവിൻ്റെ പദ്ധതി. നിങ്ങൾ തകരണം എന്നതല്ല കർത്താവിൻ്റെ പദ്ധതി. കർത്താവിൻ്റെ പദ്ധതി തീർച്ചയായിട്ടും നിങ്ങളുടെ നിത്യജീവനാണ്, നിത്യനാശം അല്ല എന്ന സത്യത്തെ ആരും അറിയാതെ പോകരുതേ എന്ന് കർത്തൃനാമത്തിൽ ഞാൻ പറയുകയാണ്. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ എന്ത് വിഷയങ്ങളുമായിക്കൊള്ളട്ടെ, ദയവായി ഈ സമയം എന്നോടൊപ്പം പ്രാർത്ഥിച്ചാലും. സ്വർഗീയ പിതാവേ, പുത്രനാകുന്ന യേശുപ്പച്ചൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണം. ഞങ്ങളോട് കരുണയുണ്ടാകണം. കർത്താവേ, അങ്ങയിൽ വസിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്ക്കുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ, കർത്താവേ, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുവാൻ, ആ പുതിയ സൃഷ്ടി എന്ന അനുഭവത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ ദൈവാത്മാവിൽ എപ്പോഴും ആശ്രയിക്കുന്നവരും ദൈവാത്മാവിൽ നിന്ന് സഹായം ലഭിക്കുന്നവരും ആയിരിക്കാൻ തക്കവണ്ണം നമ്മെ ദൈവിക വിശുദ്ധിയിൽ വഴി നടത്തണമേ. ദൈവിക വിശുദ്ധിയിൽ വഴി നടത്തണമേ. കർത്താവേ, യേശുപ്പച്ച, ഞങ്ങൾക്ക് അങ്ങേ അനുകരിക്കുകയല്ലാതെ അങ്ങും പിതാവുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കി കർത്താവേ, അങ്ങാകുന്ന പുതിയ സൃഷ്ടിക്ക് അനുരൂപരായി മാറുക എന്നതല്ലാതെ മറ്റൊരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യുവാൻ ഇല്ല എന്ന സത്യത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രിയപ്പെട്ട പിതാവേ ഞങ്ങൾ തിരിച്ചറിയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവേ, പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ.
കർത്താവിൻ്റെ ആത്മാവേ, ദുഷ്ടനായവൻ ഞങ്ങളുടെ ജീവിതത്തിൽ പല പല കണികളുമായിട്ട്, പല പല തന്ത്രങ്ങളുമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും ആ പഴയ സൃഷ്ടിയിലേക്ക് കൊണ്ടുപോകുവാൻ വരുമ്പോൾ, പ്രിയപ്പെട്ട പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കണം. അങ്ങയുടെ ആത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കണം. പുതിയ സൃഷ്ടിയാകുന്ന എനിക്ക് ചില സന്ദർഭങ്ങളിൽ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല. എനിക്കറിയില്ല ഞാൻ ജഡപ്രകാരം എനിക്ക് തോന്നുന്നത് പോലെ പ്രാർത്ഥിക്കാൻ കഴിയും. എന്നാൽ ആത്മാവിലെ പുതിയ സൃഷ്ടിയാകുന്ന എനിക്ക് കർത്താവേ, ജഡപ്രകാരമുള്ള പ്രാർത്ഥനയല്ലല്ലോ ആവശ്യം, ആത്മാവിലുള്ള പ്രാർത്ഥനയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിലൂടെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശു ക്രിസ്തുവിലൂടെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു തന്നെ ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും ശരിയാകത്തില്ല. എന്നാൽ ഞാൻ ശരീരമായി മാറിയിരിക്കുന്ന, എൻ്റെ തലയായി മാറിയിരിക്കുന്ന, എനിക്കായി തൻ്റെ രക്തത്തെയും മാംസത്തെയും തന്ന്, തൻ്റെ രക്തത്തെയും മാംസത്തെയും മാത്രമല്ല തൻ്റെ ആത്മാവിനെയും തന്ന് എന്നെ മൃതപ്രായനായ അവസ്ഥയിൽ നിന്ന് ജീവനുള്ളവൻ്റെ അവസ്ഥയിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എനിക്ക് വേണ്ടി പരിഹാരം കണ്ടെത്തുവാനും കഴിയൂ. എൻ്റെ പ്രാർത്ഥനയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ യാതൊന്നുമല്ല. എല്ലാം യേശു, എല്ലാം യേശു, എല്ലാം യേശുപ്പച്ചൻ, എല്ലാം യേശുപ്പച്ചൻ, സകലതും എൻ്റെ യേശുപ്പച്ചൻ. അല്ലാതെ ഒന്നുമില്ല. ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. മാനവും മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒത്തിരി മെസ്സേജസ് കിട്ടും. കാണണം. പോൾസ് മെസ്സേജസ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് കൈത്താങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാം. എല്ലാം കർത്താവിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.